ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മിക്സറാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മിക്സർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കടലമാവാണ്. കടലമാവിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആദ്യം ബോൾ ടൈപ്പിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഈ ഒരു അവസ്ഥയിൽ നമ്മളതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാവിനെ നമ്മൾ പൂന്തി ഉണ്ടാക്കിയപ്പോൾ കലക്കിയെടുത്തതുപോലെ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഉരുള പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. ഇതാണ് പൂന്തിക്കുള്ള മിശ്രിതം. അപ്പോൾ ഇത് നിങ്ങൾ ലഡുവിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണുക. അപ്പോൾ ഇതിലും ആദ്യം ചേർത്ത സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യമായിട്ട് കടല വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ വറുത്ത കടല കടയിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് അതിന് എണ്ണയിലൊന്ന് വറുത്തെടുക്കും. ഇതിലേക്ക് കുറച്ച് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ തീയിൽ വെച്ച് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കും. തീ കുറച്ച് തന്നെ വച്ചിരിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ തീയിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഒരുപാട് കരിഞ്ഞു പോകണ്ട, പെട്ടെന്ന് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടല ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുത്തതായിട്ട് പൊരിക്കടലയാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്സറിൽ കിടക്കുന്ന വേറൊരു ടൈപ്പ് കടല, പരിപ്പിൻ്റെ എന്തോ കടലയാണത്. അപ്പോൾ അതിനെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത്. ഒരുപാട് സമയം എണ്ണയിൽ ഇട്ടിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അടുത്തത് അതിലെ ആ നൂല് പോലുള്ള സാധനം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ബോള്, അതിനെ സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. എണ്ണയിൽ കുറച്ച് വീതമിട്ട് വറുത്ത് കോരിയെടുക്കാം. അത് ഒരുപാട് സമയം എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആകുമ്പോൾ എടുത്താൽ മതി. കളർ ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് എണ്ണയിലൊന്ന് കോരിയെടുക്കാം. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഒട്ടും കളർ ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പൂന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ലഡുവിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ കൂടെ ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബൂന്തി ഉണ്ടാക്കുന്ന മെത്തേഡ് സെയിം തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ണുള്ള പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് ഇതിലോട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും. അത് എണ്ണ നല്ല ചൂടായിരിക്കണം. പിന്നെ തീ കൂട്ടി വെച്ചിട്ട് അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതും ക്രിസ്പി ആയ ഉടനെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നൂല് പോലുള്ള സാധനം നമുക്ക് പൊടിച്ചെടുക്കണം. മിക്സറിൽ കിടക്കുന്ന ചെറിയ നീളത്തിൽ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കാനായിട്ട് പോവാണ്. ഒരുപാടങ്ങ് പൊടിയാക്കരുത്, ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ ചെറിയ നീളത്തിന് നമുക്ക് അത് കിട്ടും. ഇനി അവസാന സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാൻ പോവാണ്. ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുന്നു. ഇതിനെ അതേ എണ്ണയിലിട്ട് തന്നെ വറുത്ത് കോരുകയാണ്. നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയെല്ലാം. ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ച പൂന്തിയും മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ നൂല് പോലുള്ളതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ
ഇതിൽ കാണുന്നത് കടല, പൊരിക്കടല, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി വറുത്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ മിക്സിലോട്ട് ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും വളരെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നു. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ മതി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി, അത് നമ്മൾ ആദ്യം മാവ് കുഴയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ എരിവ് കൂടുതൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് കുറച്ച് ചേർക്കണം. പക്ഷെ മാവിൽ കുറച്ചുകൂടെ എരിവ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവുള്ള മിക്സ്ചർ കിട്ടും. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. ഇനി ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ പുറത്തു നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആരോഗ്യത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിഷ്ടമുള്ള പലഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യണം. മാക്സിമം ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.